ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ മിഠായി തെരുവ് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ കോഴിക്കോട് മിഠായി തെരുവ് പോയി കേട്ടോ. മിഠായി തെരുവിൻ്റെ കഥ എന്ന് വെച്ചാൽ പണ്ട് കാലങ്ങളിൽ അവിടെ ഏറ്റവും കൂടുതൽ ഹൽവകളുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മുടെ കോഴിക്കോടൻ ഹൽവയൊക്കെ അങ്ങനെ യൂറോപ്യന്മാർക്ക് വന്നപ്പോൾ അവർക്ക് ഈ കോഴിക്കോടൻ ഹൽവയെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ അവരാണ് ഈ സ്വീറ്റ് മീറ്റ് എന്നാണ് നമ്മുടെ ഹൽവയെ പറ്റി അവർ വിശേഷിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരുപാട് പലഹാരങ്ങൾ കച്ചവടം നടത്തിയത് കൊണ്ട് തന്നെ പിന്നെ അതിന് സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന പേര് വന്നു. അതാണ് ഈ SM സ്ട്രീറ്റ് കേട്ടോ. ഈ മിഠായി തെരുവിൻ്റെ ആദ്യത്തെ പേര് ഹുസൂർ റോഡ് എന്ന് കേട്ടോ. അതിനുശേഷം ഇവിടെ ഒരുപാട് പലഹാര സാധനങ്ങൾ കച്ചവടം നടത്തിയോണ്ടാണ് ഇവിടെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് പേരിട്ട് കേട്ടോ. ഈ ഒരു തെരുവിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോഡിൻ്റെ രണ്ട് വശങ്ങളിലും ഇഷ്ടംപോലെ കച്ചവട വിൽപ്പന ഉണ്ടാവും കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ളൊരു കാരണം. പിന്നെ അതുപോലെ തന്നെ പോർച്ചുഗീസുകാരുടെ കാലത്ത് പണി കഴിച്ച ഒരുപാട് കെട്ടിടം ഇപ്പോൾ നമുക്ക് ഇവിടെ തന്നെ കാണാം. പിന്നെ ഈ തെരുവിലൊരു ഹനുമാൻ്റെ അമ്പലം കണ്ടു കേട്ടോ. അത് ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളൊരു അമ്പലമുള്ള കാര്യം. അങ്ങനെ കുറച്ച് ഡ്രസ്സും കുറച്ച് ബുക്സൊക്കെ വാങ്ങി. പിന്നെ ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പഴമയും പുതുമയും ഇപ്പോൾ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പണ്ട് കാലത്ത് സാമൂതിരിയുടെ കാലത്തുണ്ടായ നാണയം അടിക്കുന്ന കമ്മട്ടം, അതൊക്കെ ഈ തെരുവിൻ്റെ ഒരു ഭാഗത്ത് ഇപ്പോഴും ഉണ്ട്. പിന്നെ പുതുമയും പഴമയും നിലനിർത്തുന്ന കെട്ടിടങ്ങളും അതെല്ലാം അതുപോലെ തന്നെ ഇവിടെ തന്നെയുണ്ട് കേട്ടോ. പക്ഷെ ഒരു മാറ്റവുമില്ല, എപ്പോഴും ആ ഒരു പഴമയും പുതുമയും നിലനിർത്തുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് പറഞ്ഞുള്ള ബുക്സൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോയി കേട്ടോ. ടാറ്റാ.